കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനിങ്ങനെ ഏട്ടനോട് പറയാമെന്ന് തന്നെ തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം, അവിടെല്ലാം ഒന്ന് കറങ്ങണം, പിന്നെ ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്നൊക്കെ. അപ്പോൾ ഞാൻ 2 വർഷം ജീവിച്ച സ്ഥലമായിരുന്നു, അതുകൊണ്ട് എനിക്ക് അവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഈ വർഷം ബർത്ത്ഡേക്ക് ഞാൻ അത് പ്ലാൻ ചെയ്തു, പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് രാത്രിയിൽ ഇറങ്ങി. പറഞ്ഞു കൊടുക്കണം. സ്റ്റേഷനിൽ വെച്ച് 12 മണി ആയതുകൊണ്ട് ഏട്ടന് പോയി, അവനെയും കൊണ്ട് പോയി എനിക്ക് 2 മുട്ടായൊക്കെ വാങ്ങിയിട്ട് വന്നു. എന്നിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്തു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ വണ്ടി വന്നു. AC ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ കുഞ്ഞ് നല്ല കംഫർട്ടായിട്ട് ഉറങ്ങി. ഞങ്ങളധികം ഉറങ്ങിയില്ല. പിന്നെ രാവിലെ എണീറ്റപ്പോൾ തന്നെ ട്രിവാൻഡ്രം എത്തി. പിന്നെ എണീറ്റ് അവനെയൊക്കെ റെഡിയാക്കിയിട്ട് ഒരു 7 മണിയായപ്പോൾ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി. അവിടുന്ന് ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് റൂം തപ്പാനായിട്ട് പോയത്. അപ്പോൾ അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ തിരുവനന്തപുരം സെൻട്രലിലെത്തി. തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, കുറിവന്നും ബസ് ഇറങ്ങി പോയിട്ടുള്ളതാണ്. പിന്നെ വരുന്ന ഇന്ത്യൻ കോഫി ഹൗസിലാണെങ്കിൽ കുറേ മസാല ദോശ കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒരു മെമ്മറിയാണ്. പിന്നെ കുറേ ഞങ്ങളിതുവരെ നടന്നിട്ടുള്ളതാണ്. സിനിമ കാണാനൊക്കെ പോകാനായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിട്ടുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് റൂമിലെത്തി. കുറേ റൂം നോക്കി, അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങൾ രാജധാനി പാർക്കിൽ റൂം എടുത്തു.